ജമ്മു കശ്മീരിൽ കത്വയിൽ വീണ്ടും ഏറ്റുമുട്ടൽ. കത്വയിൽ രാംകോട്ട് മേഖലയിൽ പരിശോധനയ്ക്കിടെ ഭീകരർ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തു. 3 ഭീകരരെ വളഞ്ഞിട്ടുണ്ടെന്നും ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, എന്താണ് നിലവിലെ സാഹചര്യം? രോഹിണി, കത്വയിൽ രാംകോട്ട് മേഖലയിലാണ് വീണ്ടും ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരപ്രകാരം പോലീസും ജമ്മുകശ്മീർ പോലീസും സൈന്യവും CRPF ഭേഖലയിൽ പരിശോധന നടത്തിവരികയായിരുന്നു. ഇതിനിടയിലാണ് ഭീകരർ സേനയ്ക്ക് നേരെ വെടിയുതിർത്തത്. തുടർന്ന് ശക്തമായ പ്രതിരോധം സൈന്യം നടത്തിയെങ്കിലും വനമേഖലയിലേക്ക് ഭീകരർ ഒളിക്കുകയാണ് ഉണ്ടായത്. 3 ഭീകരരെ മേഖലയിൽ 3 ഭീകരരുടെ സാന്നിധ്യം ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ സേനാവിന്യാസം മേഖലയിലേക്ക് നടത്തിക്കൊണ്ട് പരിശോധന തുടരുകയാണ്. വനമേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചത്. കത്വയിൽ നിയന്ത്രണ രേഖയിൽ 2 ആഴ്ചകൾക്ക് മുൻപാണ് നിയന്ത്രണ രേഖയിലൂടെ നുഴഞ്ഞു കയറിയ ഭീകര സംഘത്തിന്റെ സാന്നിധ്യം സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത്. 6-ലധികം ഭീകരർ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും ഒപ്പം പ്രാദേശികരായിട്ടുള്ള ചിലരുടെ സഹായം ഭീകരർക്ക് നുഴഞ്ഞു കയറുന്നതിനും ഒളിച്ചിരിക്കുന്നതിനും ലഭിച്ചു എന്ന റിപ്പോർട്ടുകളും സൈന്യം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി കത്വയിൽ വനമേഖലയിൽ തുടർച്ചയായിട്ടുള്ള പരിശോധന, ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണവും ഒപ്പം സേനാവിന്യാസം കൂടുതൽ മേഖലയിലേക്ക് നടത്തിക്കൊണ്ടുള്ള പരിശോധനയും ഏറ്റുമുട്ടലും കത്വയിലെ വിവിധ മേഖലകളിൽ തുടരുകയാണ്. അതിർത്തിയിൽ നിന്ന് വൻ ആയുധശേഖരവുമായി ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ ഭീകരരാണ് നുഴഞ്ഞു കയറിയത് എന്നുള്ളത് നേരത്തെ തന്നെ സൈന്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുമാത്രമല്ല, വൻ ആയുധശേഖരവുമായാണ് ഭീകരർ നുഴഞ്ഞു കയറിയിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിൽ റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെ, മിനി റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെയും ഈ ഭീകരർ ഉപയോഗിച്ചു എന്നുള്ളതും മണിക്കൂറുകൾ നീണ്ട അതിശക്തമായ ഏറ്റുമുട്ടൽ കത്വയിലെ വനമേഖലയിൽ നടന്നു. അതിനൊടുവിലാണ് 5 ഭീകരരെ സൈന്യം അവിടെ വധിച്ചിരുന്നത്. ഇപ്പോൾ 3 ഭീകരരുടെ സാന്നിധ്യം കൂടി കത്വയിൽ രാംകോട്ട് മേഖലയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 3 ഭീകരരാണ് വനമേഖലയിൽ ഒളിച്ചിരിക്കുന്നത്. ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൂടുതൽ സേനാവിന്യാസം മേഖലയിലേക്ക് നടത്തിയിട്ടുണ്ട്. അതിർത്തി മേഖലകളിൽ നുഴഞ്ഞു കയറ്റത്തിന്റെ എല്ലാ സാധ്യതകളും കണ്ടെത്തുന്നതിനും അത് പ്രതിരോധിക്കുന്നതിനുമായി കടുത്ത നിരീക്ഷണവും പ്രതിരോധ നടപടികളും സൈന്യം നടത്തിയിട്ടുണ്ട്. ഒപ്പം ഭീകര വിരുദ്ധ പോരാട്ടം കശ്മീർ താഴ്വരയിൽ ശക്തമാക്കുന്നു. കത്വയിൽ ഏറ്റുമുട്ടൽ നടക്കുമ്പോഴും ജമ്മു കശ്മീർ സെക്ടറുകളിൽ ഭീകര സാന്നിധ്യം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്ന മേഖലകളിലും പ്രധാനപ്പെട്ട റോഡുകളിലുമെല്ലാം തന്നെ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഭീകര വിരുദ്ധ നടപടികൾ പുരോഗമിക്കുന്നത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.